ബാംബു ചാർക്കോൾ ബോർഡും ഡെക്കോവാൾ ലൂവേഴ്സും കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഒരു വർക്കാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. ഇത് അങ്കമാലിയിലുള്ള ചേറ്റുങ്ങൽ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഈ ബിൽഡിങ്ങിന്റെ ഡിസൈനർ കം കോൺട്രാക്ടർ മിസ്റ്റർ സൈജൻ കുര്യാക്കോസ്. മിസ്റ്റർ സൈജൻ കുര്യാക്കോസ് ഒലിയാപുരം കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനി നടത്തുന്നു. മിസ്റ്റർ സൈജൻ ഈ വർക്കിന്റെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമോ? ഓ ഷുവർ. നമ്മളിത് പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ചെയ്ത ഒരു വർക്കാണ്. ബേസിക്കലി ഇതിന്റെ താഴെ മൊത്തം ടാങ്കുകളാണ്, അതായത് ഇവരുടെ സ്യൂവേജ് ടാങ്ക്സും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പൊ ഇത് നമ്മൾ എലിവേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു വർക്കായിരുന്നു. അപ്പൊ അതെ. അപ്പൊ അത് നമ്മള് പല പ്രോഡക്റ്റുകൾ നമുക്കുണ്ട്. അപ്പൊ വിനോദ് സാറിന്റെ അവിടെ വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇന്നിന്റെ പ്രോഡക്റ്റുകൾ വരുന്നത്, പക്ഷെ എൻ്റെ പ്രോഡക്റ്റും അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമ്മളിത് ഡിസൈൻ ചെയ്ത് കൺസെപ്റ്റ് വെച്ചപ്പോൾ തന്നെ ഇതിനെ എലിവേറ്റ് നിൽക്കണമെങ്കിൽ നമുക്ക് ബേസ് ബോർഡ് വേണം. ആ ബേസ് ബോർഡ് ഫൈബർ സിമെന്റ് ബോർഡിലാണ് നമ്മൾ ചെയ്തത്. അതിന്റെ മേലിലാണ് ടൈൽ. അത് 18 mm ഹെവി ഡ്യൂട്ടി ബോർഡ്സ് ഉണ്ട്, അത് കൊടുക്കാം. അല്ലെങ്കിൽ 50 mm സോളിഡ് വാൾ ഉണ്ട്, 50 mm, അത് 75 mm ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ 50 mm ഹെവി ഡ്യൂട്ടി സോളിഡ് വാൾ ആണ് താഴെ കൊടുത്തത്. കാരണം ഈ ജെർക്കിങ്ങോ അല്ലെങ്കിൽ ആ ഒച്ചയോ അങ്ങനെ ഫീൽ ചെയ്യാത്ത രീതിയിൽ, കാരണം ഇവിടെ ഇങ്ങനെ ചാടിയാലും നമുക്ക് അത്രയും ഫീൽ നമുക്ക് കിട്ടില്ല. അപ്പൊ അത് നമ്മൾ താഴെ കൊടുത്തിട്ട് അതിന് മേളില് ടൈൽ പേസ്റ്റ് ചെയ്തിട്ടാണ് ടൈല് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഉദ്ദേശിച്ചത് ഈ ഫ്രണ്ട് വാളില് നമുക്ക് ആദ്യം വേണ്ടത് ഇതിനെ ചാനൽ ചെയ്ത് കൊടുക്കാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സ്റ്റീൽ ഫ്രെയിം പ്ലസ് GI സെക്ഷൻസ് ഉണ്ട്, പിന്നെ സ്റ്റഡും ഫ്ലോറും എന്ന് പറയും. അപ്പൊ അത് നമ്മൾ ഇന്റീരിയർ ചാനൽ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ വയറിങ്ങും എല്ലാ സംഭവം അതിന്റെ ഉള്ളിൽ കൂടി തന്നെ നമുക്ക് കൊടുക്കാം. ഈ വയർ കണ്ട ആ പോയിന്റ് വയറാണ്, അത് നമ്മൾ ലൈറ്റ് വരാൻ പോകുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ അത് ഈ വയറെല്ലാം വരുന്നത് ആ ചാനലിന്റെ ഇൻസൈഡിൽ കൂടിയാണ്. ഈവൻ പ്ലംബിംഗ് വരെ നമുക്ക് ഈ ഒരു ചാനലിന്റെ അകത്തേക്കൂടെ കൊടുക്കാം. അതിനുശേഷമാണ് നമ്മൾ അതിനൊരു ഇൻസുലേഷൻ കൊടുക്കാം. ഒരു അലൂമിനിയം ഫോയിലുണ്ട്, എയർലാം, അങ്ങനെ പല കമ്പനികളുടെ. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചൂട് ഒരു 6 ഡിഗ്രി വരെ നമുക്ക് അകത്തേക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിന്റെ മേളിലാണ് നമ്മൾ ഈ ചാർക്കോൾ ബോർഡിന്റെ ഈ പാനൽസ് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് 2 രീതിയിലുണ്ട്. അവിടെ നമ്മൾ വന്നപ്പോൾ അത് ഒന്ന് WPC-ലും മറ്റേത് ചാർക്കോളിലും നമുക്ക് ഇതിന്റെ പാനൽസുകൾ അവൈലബിൾ ആയിരുന്നു. അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആയതുകൊണ്ട് നമ്മുടെ ഈ കോമ്പിനേഷന് ഇത് മാച്ച് ചെയ്യുന്ന 2 കളേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്തത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല വർക്കാണ്. അതെ. ഇപ്പോൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പാനലിംഗ് ആണ്. PVC-ലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, പക്ഷെ ചാർക്കോളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അവൈലബിൾ. ടെക്സ്റ്റർ ഫിനിഷിലൊക്കെ കറക്റ്റ് ടെക്സ്റ്റർ ഒട്ടിച്ചേക്കുന്ന പോലെയുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇതിന്റെ വാള് നമ്മൾ ഈ സോളിഡ് വാളിലാണ് കൊടുത്തത്, ബാക്ക് സൈഡ് വാള്. അത് ഈ ഭിത്തി നമ്മൾ താഴെ കൊടുത്ത അതേ പാനൽ തന്നെ സൈഡ് വാളായിട്ട് കൊടുത്തു. സിമെന്റിന്റെ 2 ഇഞ്ച് 3 ഇഞ്ചിന്റെ പാനൽസ് ആണ്. അത് ബാക്കിൽ നമുക്ക് കാണാൻ. അതിന്റെ മേലേക്ക് വേറെ പെയിന്റിങ്ങോ ഒന്നും ചെയ്തില്ല. നേരെ നമ്മള് ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ്, വളരെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു വാള്, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ പുട്ടി പെയിന്റ് എല്ലാ സാധനവും ഒറ്റ സ്ട്രെച്ചിൽ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഫിനിഷിംഗ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത് ഇതിന്റെ ലിപ്പിംഗ് വന്ന സ്റ്റീൽ ബീഡിങ്സ് ആണ്. അപ്പൊ ഇത് ബേസിക്കലി നമ്മൾ ഈ ഇതിന്റെ പുറത്ത് കൊടുക്കുന്ന കോട്ടിംഗ് ഉണ്ട്, ഒരു വിനൈൽ കോട്ടിംഗ് ആണ്. ആ കോട്ടിങ്ങിനെ ലോക്ക് ചെയ്തിട്ട് അത് ഏറ്റവും പ്രൊട്ടക്റ്റീവായിട്ട് ഈ ഒരു ചാനൽസ് ഉപയോഗിക്കും. ആ ചാനൽ വെച്ച് തന്നെ നമുക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാനും സാധിക്കും. നമുക്ക് ഏത് ഡിസൈൻസ് വേണമെങ്കിലും നമുക്കിത് കൊടുക്കാം. അപ്പൊ ഇതിപ്പോ ഇതിനെ കളർ ചെയ്തിട്ട് സ്റ്റീലോ അല്ലെങ്കിൽ ഗോൾഡനോ ബ്ലാക്കോ ഏത് വേണമെങ്കിലും പൗഡർ കോട്ട് ചെയ്ത് എടുത്താൽ അതേ ഡിസൈനിലേക്ക് നമുക്ക് ഈ വാളിനെ ഡെക്കറേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിലിപ്പോ നമ്മളിപ്പോ ഈ AC പോയിന്റ് വർക്ക് നടന്നത് AC പോയിന്റ് ആണ്. കാരണം ഇത് എങ്ങനെ വേണമെങ്കിലും ലോഡ് ചെയ്യാം, നനയുന്ന പ്രശ്നം വന്നില്ല. ഇത് നനഞ്ഞാലും കുഴപ്പമില്ല, ഇത് വാട്ടർ പ്രൂഫ് ആണ്. അതെ. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ AC തന്നെ കണക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ലീക്കേജ് വന്നാലോ അല്ലെങ്കിൽ ഓവർഫ്ലോ സിസ്റ്റത്തിന്റെ പ്രോബ്ലങ്ങളോ ഒന്നും നമുക്ക് ഈ മെറ്റീരിയൽ ക്ലാഡിങ്ങിനെ ഇത് ചെയ്യില്ല. പിന്നെ നമ്മൾ ബാർ ആയതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട്. ബാർന്ന് റെസ്റ്റോറന്റ് ആണെങ്കിൽ നമുക്കിപ്പോ ഈ ഒരു സംഭവം ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ ഈ സീലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഈ ഓക്സ്ബോർഡ് പോലത്തെ അങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റുന്ന ലൂവർ ടൈപ്പ് ബോർഡ്സ് ഉണ്ട്. അതിന്റെ കോമ്പറ്റീവ് ആയിട്ടാണ് വന്നേക്കുന്നത്. അന്ന് എനിക്ക് അത് അവൈലബിൾ ആയിട്ട് പരയുടെ ബോർഡ്. അപ്പൊ അതിനെ നമ്മള് ഇത് ഒരു 12 feet ലെങ്ത് ആയിരുന്നു. അതിനെ വേസ്റ്റേജ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ലൂവർ പോലെ കട്ട് ചെയ്തിട്ട് അതിന്റെ വാക്ക്വേയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയത്.
അപ്പൊ അത് നമ്മൾ ഒരു LED പോലെ കൊടുത്തിട്ട് അതിന്റെ സ്ട്രിപ്സ് പോലെ നമ്മൾ കൊടുത്തു. അപ്പൊ അത് ആ ഒരു ഇപ്പോ ഇങ്ങനത്തെ ഒരു റെസ്റ്റോറന്റിൽ ഡിം ലൈറ്റിംഗ് വരുന്ന സമയത്ത് അങ്ങനെ കൊടുക്കാം, ആ ഫുൾ ലൈറ്റ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള രീതിയിൽ നമുക്കത് പ്ലാൻ ചെയ്യാൻ പറ്റി. അപ്പൊ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ട് ഇങ്ങനെ പുതിയ പ്രോഡക്റ്റ് വരുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ചെയ്യാനും ഡിസൈൻ ചെയ്യാനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ മറ്റൊരു കൺസെപ്റ്റ് നമ്മളിത് ബാത്റൂമിൽ നമുക്ക് ഏറ്റവും വലിപ്പത്തിൽ കിട്ടുന്ന ടൈൽ എന്ന് പറയുന്നത് ഇപ്പൊ 8x4 ടൈലായിരിക്കും. ഇപ്പൊ നമ്മൾ എൻ്റെ ബാത്റൂം ഇത് വളരെ ഡെക്കറേറ്റീവ് ആയിട്ടും ഇത് വളരെ ഈസി ഇൻസ്റ്റലേഷനും ഇൻസ്റ്റലേഷൻ വളരെ ഈസിയാണ്. അതോടൊപ്പം ജോയിന്റ് കുറച്ചിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈൻ. ഇതിപ്പോ എൻ്റെ ഇപ്പൊ ഈ പറയുന്ന സംഭവം എന്ന് പറയുന്ന ഒറ്റ ഷീറ്റിൽ നമുക്ക് ഒരു വാള് തീർക്കാം. 9.5 x 4 ഫീറ്റിലാണ് നമുക്ക് ഷീറ്റ് വരുന്നത്. ഒറ്റ ഷീറ്റിൽ എടുക്കാം. പക്ഷെ നമ്മള് അതിനെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ലൂബ് പോലെ ഡിസൈൻ ആക്കിയത്. അപ്പൊ ഒരു 4 ഷീറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ടൈലിംഗ് വർക്ക് കഴിഞ്ഞു. അപ്പൊ ടൈലിന്റെ എഗനസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടൈലിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഡിസൈൻ ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾക്ക് വളരെ ഇപ്പൊ നാളെ ഇതിപ്പോ ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു പ്രീഫാബായിട്ട് ചെയ്യുന്നതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് നാളെ ഇവർക്ക് ഇത് മാറ്റണമെങ്കിലും നമുക്കിതൊന്ന് റിനോവേറ്റ് ചെയ്യണമെങ്കിലൊക്കെ എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാം. ഇത് ഡെക്കോവാൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒപ്പം ഈ LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ട് നല്ലൊരു കോമ്പിനേഷൻ. ഈ ഡെക്കോവാൾ ബാംബു ചാർക്കോൾ കോമ്പിനേഷൻ വളരെ വളരെ നന്നായിട്ടുണ്ട്. ആ കളർ രണ്ടും മാച്ചിങ് ആവുന്നത് ഗ്രേയുടെ ഒരു ടിൻറ്റിലാണ് ഇത് മൊത്തം. ഗ്രേ ബ്ലാക്ക് ആൻഡ് വുഡ് എന്നുള്ള കൺസെപ്റ്റിലാണ് കംപ്ലീറ്റ് ആയിട്ട് ഇത് പോയേക്കുന്നത്. അപ്പൊ അതില് നമ്മള് ആ ഒരു പാറ്റേൺസിൽ ഇത്രയും ഡിഫറെന്റ് കളേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്കിതിങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ തന്നെ പല ഞാൻ നോക്കുമ്പോൾ ഒരു 10-20 കളേഴ്സ് നമുക്കിതിൽ അവൈലബിൾ ആയി. നമുക്ക് അതുകൊണ്ട് നമുക്ക് എളുപ്പത്തില് ഇതിപ്പോ ബാത്റൂമിലൊക്കെ നമുക്ക് നേരെ ആ ടൈൽ ഫിനിഷ് തന്നെ കൊടുക്കാൻ പറ്റും. അതെ അത് വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു.